വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ സർക്കാരിനെ ന്യായീകരിച്ചും ഡോക്ടേഴ്സിനെ കുറ്റപ്പെടുത്തിയും എച്ച് സലാം MLA ഇന്ന് രംഗത്ത് വന്നു. പിണറായി വിജയനോ വീണ ജോർജിനോ ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്ന് എച്ച് സലാം MLA ഇന്ന് തുറന്നടിച്ചു. കട്ടാമുടി നായകർ പറഞ്ഞ് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ രക്ഷപ്പെട്ടു പോകാനുള്ള നിലപാടിലേക്ക് ഇനിയും നിങ്ങളാരും വരേണ്ട കാര്യമില്ല. സ്വകാര്യ പ്രാക്ടീസ് മാത്രം നടത്തി കാശുണ്ടാക്കാൻ മാത്രമായി ജീവിക്കുന്ന ഡോമാരെ പരസ്യപ്പെടുത്തി നിങ്ങൾ ചെയ്യുന്ന രീതികളെ ഈ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തി മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തി പരസ്യപ്പെടുന്ന നിലയിലേക്ക് നിങ്ങൾ മാറും. നിങ്ങൾ പൊതുവായ വിദ്യാലയത്തിൽ പഠിച്ച് ഡോക്ടർമാരായെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരാക്കാൻ പണം ചെലവഴിച്ചവരാണ് ജനങ്ങൾ. തന്റെ മാത്രം ജീവിതം, തന്റെ മാത്രം സമ്പത്ത്, തന്റെ മാത്രം കാര്യം എന്ന് മാത്രം നോക്കി അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗം വരുന്ന ഡോക്ടർമാരും ജീവനക്കാരും അത് പാടെ മാറിയേ പറ്റൂ. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് പറയൂ. എസ് കെ എൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ ആരോഗ്യവകുപ്പിന് പേരുദോഷം കേൾപ്പിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. മാത്രമല്ല നിരവധി ആരോപണങ്ങളുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. യോഗം നാളെ തിരുവനന്തപുരത്താണ്, 12 മണിക്കാണ്. ഈ ഉന്നതതല യോഗം വളരെ ഗൗരവത്തിലാണ് വിളിച്ചിരിക്കുന്നത്. കാരണം വകുപ്പ് സെക്രട്ടറി തന്നെയാണ് ഇതിൻ്റെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല ആ യോഗത്തിൽ ആരോഗ്യമന്ത്രിക്കൊപ്പം ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആ സർക്കുലറിൽ പറയുന്നത് ഭരണപരമായ കാര്യങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുരോഗതി, മറ്റ് വിഷയങ്ങളൊക്കെ വിലയിരുത്താൻ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത് വളരെ ഗൗരവത്തിൽ സർക്കാർ ഈ വിഷയത്തെ കാണുന്നു. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുജനങ്ങളുടെ, നേരത്തെ എസ് കെ പറഞ്ഞ അതേ കാര്യമാണ്, പൊതുജനങ്ങളുടെ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ അവസാനത്തെ അത്താണിയാണ് മെഡിക്കൽ കോളേജുകൾ. ആ മെഡിക്കൽ കോളേജുകളുടെ വിശ്വാസ്യത തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ ദോഷമാണ്. പ്രത്യേകിച്ചും സ്വകാര്യ മേഖല ഇതൊരു വലിയ വ്യാപാരമായി കാണുന്നൊരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ എവിടെയാണോ കറക്ഷൻ ആവശ്യമുള്ളത് ആ രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നു. അതിനുവേണ്ടി നേരിട്ട് ഇവരിൽ നിന്നും വിശദീകരണം വാങ്ങിക്കാനും മറ്റ് ക്രമീകരണങ്ങളെ കുറിച്ച് ആലോചിക്കാനും വേണ്ടിയാണ് ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. നാളെ 12 മണിക്ക് മന്ത്രിയുടെ ഓഫീസ് കെട്ടിടത്തിൽ തന്നെ ആയിരിക്കും യോഗം നടക്കുക. എല്ലാ മെഡിക്കൽ കോളേജിലും ഇതിനകം ഒരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള പ്രാഥമികമായ ആലോചന സർക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴ അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ച് ഈ വിഷയം ഗൗരവത്തിലെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചത്. എസ് കെ. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കടുത്ത നടപടികൾ എടുക്കട്ടെ. നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിരിക്കുന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. നാളത്തെ യോഗത്തിൽ അത് ഗൗരവമായി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ചർച്ച ചെയ്യട്ടെ എന്നാണ് 24-ന് പറയാനുള്ളത്.